ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ എന്നുള്ള ഭാഗമായിരുന്നു നമ്മൾ ലാസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ പറഞ്ഞത് എന്താണ്, എങ്ങനെയാണ് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന സമയത്ത്, വിച്ച് മീൻസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുകയാണെങ്കിൽ എന്തൊക്കെ എൻട്രീസ് ആണ് വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ 6 സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷേ സിറ്റുവേഷൻസ് ഒന്നും നിങ്ങൾ സിറ്റുവേഷൻ വൈസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ക്വസ്റ്റ്യൻ നമ്മോട് ചോദിക്കുന്ന സമയത്ത് സിറ്റുവേഷൻ വൈസ് ചെയ്യാനൊന്നല്ല ചോദിക്കുക. ഒരു ക്വസ്റ്റ്യൻ തരും, ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ജേർണൽ എൻട്രി ഐഡന്റിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ നമ്മുടെ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പം അതിന് നമ്മൾ ഇങ്ങനെ സിറ്റുവേഷൻ വൈസ് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു തിയറി ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ തിയറി ആ ഒരു ഭാഗം ജേർണൽ എൻട്രി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഭാഗം ഓൾറെഡി നമ്മൾ അതിന്റെ ഒരു വീഡിയോ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഞാൻ ആ മാക്സിമം പോയാൽ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന സമയത്ത് വരാൻ സാധ്യതയുള്ള മാക്സിമം എൻട്രി എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ എൻട്രി ഓരോ സിറ്റുവേഷനിലും അതിന് നേരെ എഴുതേണ്ട എമൗണ്ട് എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിനനുസരിച്ച് എന്ത് ചെയ്യുക, പ്രോബ്ലം ചെയ്യുക. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, പ്രാക്ടിക്കൽ സെക്ഷനിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. അതിൽ ഏതെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്തിട്ട് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പിൽ കോമൺ ആയിട്ട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എക്സ്പെൻസ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചർ. അതായത് ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എന്താണ്, ഈ ഏതൊരു ഉൽപ്പന്നവും നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും അധിക ചെലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ എന്താണ്, നമ്മൾ കമ്മീഷൻ ആയിട്ടോ അല്ലെ ബ്രോക്കറേജ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് എന്താണ്, അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ ആ ഒരു എക്സ്പെൻസ് ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള അങ്ങനെ ഒരു എക്സ്പെൻസ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. നോക്കുക, if any expense is incurred on purchase of debenture, then it will be added with the cost of purchase. The same amount is deducted from profit of redemption. അതായത് എന്താ ചെയ്യുക, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കോസ്റ്റ് ഓഫ് പർച്ചേസിനോട് കൂടി, അതായത് നമ്മൾ ബാങ്ക് എന്ന് പറയുമല്ലോ, നമ്മൾ നമ്മുടെ പേയ്മെന്റ് കാണിക്കൽ ഏത് ഭാഗത്താണ്, ഏത് എൻട്രിയിലൂടെയാണ്, ബാങ്ക് എന്ന് പറയുന്ന എൻട്രിയിലാണ് നമ്മൾ നമ്മുടെ പേയ്മെന്റ് കാണിക്കുക. അപ്പൊ നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന സമയത്ത് എന്താണ്, എന്തെങ്കിലും നമുക്ക് അധിക ചെലവ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിബഞ്ചർ അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് എന്ന് എഴുതുന്ന സമയത്ത് ആ ബാങ്കിനോട് കൂടി എത്രയാണ് നമുക്ക് അധിക ചെലവ് വന്നിട്ടുള്ളത് ആ ചെലവിനെ നമ്മൾ എന്ത് ചെയ്യുക, പേയ്മെന്റ് ചെയ്തതായിട്ട് ബാങ്കിലെ എമൗണ്ടിനോട് കൂടി ആ പേയ്മെന്റ് കൂടി കാണിക്കാം. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം, സെയിം എമൗണ്ടിന് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ അധികം കൊടുക്കുന്ന എമൗണ്ട്, അധികം നമുക്ക് തന്ന ചെലവ് എന്താണ്, നമ്മുടെ പ്രോഫിറ്റ് കുറയ്ക്കുമല്ലോ. അതുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എന്ന് പറയുന്ന ആ ഐറ്റത്തിൽ നിന്നും അതേ എമൗണ്ടിന് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നു, പേയ്മെന്റ് ആയതുകൊണ്ട് ഒരു ഭാഗത്ത് അത് എന്ത് ചെയ്യുന്നു, പ്ലസ് ചെയ്ത് കാണിക്കുക, അത് ബാങ്കിൽ പ്ലസ് ചെയ്ത് കാണിക്കുക. അതുപോലെ തന്നെ എന്താണ്, എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് കുറയ്ക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എന്ത് ചെയ്യുക, അതിനെ മൈനസ് ചെയ്തും കാണിക്കുക. അപ്പോൾ എക്സ്പെൻസ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചറിന്റെ ട്രീറ്റ്മെന്റ് അതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഞാൻ ആ പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിലുള്ള നമുക്ക് ചെയ്യുന്നില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നോക്കൂ, എ ലിമിറ്റഡ് പർച്ചേസ്ഡ് ഫോർ ക്യാൻസലേഷൻ ഓഫ് 1000 of its own 10% debenture of ₹100 each at ₹97. അതായത് എ ലിമിറ്റഡ് എന്ന കമ്പനി ആ കമ്പനിയുടെ 1000 ഡിബഞ്ചർ എന്ത് ചെയ്തു, 100 രൂപയ്ക്ക്, 100 രൂപ വിലയുള്ള 1000 ഡിബഞ്ചർ മാർക്കറ്റിൽ നിന്നും, ഓപ്പൺ മാർക്കറ്റിൽ നിന്നും 97 രൂപയ്ക്ക് വാങ്ങി. വാങ്ങിയത് എന്തിനാണ്, ക്യാൻസലേഷൻ, അതായത് ഇമ്മീഡിയറ്റ് ക്യാൻസൽ, നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ആ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും അവർ വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, ദെൻ ദ കോസ്റ്റ് ഓഫ് പർച്ചേസ് എമൗണ്ട് ടു, അതായത് അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് വന്നിട്ടുള്ള ചെലവ് എത്രയാണ്, 200 രൂപയാണ്. പിന്നെ ഇഗ്നോർ ഇൻട്രസ്റ്റിനെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കേണ്ട എന്ന് ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട്. ഗീവ് ജേർണൽ എൻട്രീസ്, അതിനുള്ള ജേർണൽ എൻട്രീസ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ എന്താണ്. പ്രധാനപ്പെട്ട പോയിന്റ്സ്, നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്താൻ പോകുന്ന ആ ഡിബഞ്ചർ റെഡീം ചെയ്യേണ്ടിയിരുന്നത് പ്രീമിയത്തിലാണോ എന്ന് നോക്കുക. ഇവിടെ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒന്നും നമുക്ക് ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് റെഡീം ചെയ്യേണ്ടിയിരുന്നത് എന്തിലായിരിക്കും, അത് പാർ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ ഫേസ് വാല്യൂ എത്രയാണോ ആ വിലയ്ക്ക് തന്നെയാണ് അത് റെഡീം ചെയ്യേണ്ടിയിരുന്നത് എന്ന് അങ്ങനെ മനസ്സിലാക്കാം. കാരണം ഇതിനകത്ത് റെഡീം ചെയ്യേണ്ടിയിരുന്നത് പ്രീമിയത്തിലാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ അല്ല. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയ സമയത്ത് ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതൽ എമൗണ്ട് നൽകിയിട്ടുണ്ടോ, അല്ലെ? ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതൽ എമൗണ്ട് നൽകി കഴിഞ്ഞാൽ എന്താ അതിനാ മീനിങ്, അതൊരു ലോസ് ആണ് എന്നാണ് മീനിങ്, അല്ലെ? ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമ്മൾ
നൽകിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ഉണ്ടായിട്ടുണ്ട് എന്ന് അർത്ഥം. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് നോക്കിയ ഫേസ് വാല്യൂ 100 അവർ നൽകിയിട്ടുള്ള എത്രയാണ്? 97 രൂപയാണ്. അപ്പൊ അങ്ങനെ ഒരു എൻട്രിയും വരുന്നില്ല അല്ലെ? പിന്നെന്താണ്? നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയത് ഫേസ് വാല്യൂവിനേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവും? അവിടെ ഒരു ലാഭം ഉണ്ടാകും. അതുകൊണ്ട് അവിടെ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ഉണ്ടാവും. അപ്പൊ ഇവിടെ പ്രീമിയം ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. കാരണം എന്താണ്? ക്വസ്റ്റ്യനകത്ത് റിഡംഷൻ പ്രീമിയത്തിനെ കുറിച്ച് പറയുന്നില്ല. ലോസ് ഓൺ റിഡംഷൻ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയ സമയത്ത് കൂടുതൽ എമൗണ്ട് നൽകിയിട്ടില്ല. അതുകൊണ്ട് ലോസ് ഓൺ റിഡംഷൻ ഉണ്ടാവില്ല. ദെൻ പ്രോഫിറ്റ് ഉണ്ടാകും. എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള കാരണം? നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയത് ഫേസ് വാല്യൂവിനേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ചെയ്താൻ പറ്റും അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ എൻട്രി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരും. ഡിബഞ്ചറിന്റെ പേരെന്താണ്? 10% ഡിബഞ്ചർ അക്കൗണ്ട് അല്ലെ? 10% ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് വരും. ദെൻ ഡിബഞ്ചറിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ഡിബഞ്ചറിന്റെ നേരെ എപ്പോഴും എഴുതുക എന്താണ്? ഫേസ് വാല്യൂ ആണ് എഴുതുക എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ ഡിബഞ്ചറിന്റെ നേരെ എഴുതേണ്ടത് എത്രയാണ്? 1 lakh rupees ആണ്. അതായത് 1000 ഡിബഞ്ചർ ആണ് നമ്മുടെ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയത്. ഒരു ഡിബഞ്ചറിന്റെ വില ഫേസ് വാല്യൂ എത്രയാണ്? 100 രൂപയാണ്. ഓക്കെ, അപ്പൊ 1000 × 100 1 lakh rupees വിലയുള്ള ഡിബഞ്ചർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാൻസൽ ചെയ്ത് കളയുന്നത്. ഓക്കെ, ആ ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ആ ഡിബഞ്ചറിന് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം. കാരണം ഡിബഞ്ചർ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഒരു ബിസിനസ് ലയബിലിറ്റി ആണ്. അതിന്റെ യഥാർത്ഥ എൻട്രി അല്ലെങ്കിൽ യഥാർത്ഥ പൊസിഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ്. അതിന് ഓപ്പോസിറ്റ് എൻട്രി. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത സമയത്ത് ഡിബഞ്ചർ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ക്യാൻസൽ ചെയ്യുന്ന ഭാഗമായിട്ടാണ് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട ഡിബഞ്ചർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട ജനറേറ്റ് കഴിഞ്ഞ സെമസ്റ്റർ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അത് ഓർമ്മയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ ഒരു തിയറി മനസ്സിലാക്കി വെക്കുക. ദെൻ അപ്പൊ നമുക്ക് 1 lakh ആണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ ഫേസ് വാല്യൂ വരുന്നത്. പിന്നെന്താണ്? ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ സാധാരണ എക്സ്പെൻസ് ഇല്ലാത്ത കേസിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എത്ര എമൗണ്ട് ആണോ പേ ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട് ആണ് ബാങ്കിൽ കാണിക്കുക. ഓക്കെ, ഡിബഞ്ചർ ഹോൾഡർക്ക് എത്ര എമൗണ്ട് ആണോ പേ ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട് ആണ് നമ്മൾ ബാങ്കിൽ കാണിക്കുക. ഇവിടെ ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുത്ത 97 രൂപയ്ക്ക് പുറമെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 200 രൂപ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ബാങ്കിനോട് കൂടി ആ എക്സ്പെൻസിനെ പ്ലസ് ചെയ്ത് കാണിക്കണം. അപ്പോൾ എന്താണ്? 1000 × 97 പ്ലസ് എന്ത് ചെയ്യണം? 200. ഇതെന്താണ്? ഇത് നമുക്ക് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയപ്പോഴുള്ള എക്സ്പെൻസ് ഉണ്ടായത് അതിന്റെ പേയ്മെന്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്കിനോട് കൂടി ആ 200 കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് എൻട്രി വരും? ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എത്ര വരും? 97,200. 97,200 വരും. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? അടുത്ത നമ്മൾ ഇനി ബാലൻസ് ചെയ്ത് നോക്കുക. ബാലൻസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഡെബിറ്റിൽ കൂടുതലും ക്രെഡിറ്റിൽ കുറവുമാണ് കാണുന്നത്. ഓക്കെ, അതിനർത്ഥം എന്താണ്? നമുക്ക് അവിടെ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പ്രോഫിറ്റ് അതിനെ വിളിക്കുക. നമ്മൾ എൻട്രി ആയിട്ട് ഇതും എന്താണ്? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. അതായത് ഡിബഞ്ചർ റിഡീം ചെയ്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള ലാഭമാണ്. അതുകൊണ്ട് അതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ഉണ്ടായിട്ടുണ്ട് അല്ലെ? കാരണം 100 രൂപ വിലയുള്ള ഡിബഞ്ചർ നമ്മൾ 97 രൂപയ്ക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയിട്ടുള്ളത്. അതിനർത്ഥം ഒരു ഡിബഞ്ചറിൽ നിന്ന് നമുക്ക് 3 രൂപ ലാഭം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1000 × 3 മൈനസ് 200 ചെയ്യാനുള്ള കാരണം എന്താണ്? നമുക്ക് ആ ലാഭത്തിൽ ഒരു 200 രൂപ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് പോയിട്ടുണ്ട് അല്ലെ? തൊട്ട് മുകളിൽ നമ്മൾ എക്സ്പെൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലാഭത്തിൽ ഒരു 200 രൂപ നമുക്ക് എന്താണ്? ഓപ്പൺ മാർക്കറ്റ് പർച്ചേസിന്റെ എക്സ്പെൻസിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ എക്സ്പെൻസ് നമ്മൾ മൈനസ് ചെയ്യുന്നു. ബാക്കിയുള്ള എമൗണ്ടിനെ നമ്മൾ ഇവിടെ എഴുതുക. ഓക്കെ, ഇപ്പൊ നോക്കുന്ന സമയത്ത് ഡെബിറ്റും ക്രെഡിറ്റും എന്തായിട്ടുണ്ടാവും? ടാലി ആയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ എൻട്രി മനസ്സിലായല്ലോ. 10% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, ഇപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇനി അടുത്ത എൻട്രി എന്താണ്? നമുക്കറിയാം പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ഉണ്ട് എങ്കിൽ ആ പ്രോഫിറ്റിനെ എന്ത് ചെയ്യണം? ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ലോസ് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. പ്രോഫിറ്റിനെ നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്നു. ലോസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ റിസർവിൽ അഡ്ജസ്റ്റ് ചെയ്ത് കളയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് ഉണ്ടായത് പ്രോഫിറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് തൊട്ട് മുമ്പത്തെ എൻട്രിയിൽ പ്രോഫിറ്റ് എവിടെയാണ്? ക്രെഡിറ്റ് എൻട്രി ആയിട്ടാണ് തൊട്ട് മുമ്പത്തെ എൻട്രിയിൽ പ്രോഫിറ്റ് ഉള്ളത്. അപ്പൊ അതിനെ നമ്മൾ ഒഴിവാക്കുകയാണ്. അപ്പൊ അതെന്ത് ചെയ്യണം? അതിന് നേരെ ഓപ്പോസിറ്റ് സ്ഥാനത്തായിരിക്കും അതിന് എൻട്രി വരിക. എന്ന് പറഞ്ഞാൽ നേരത്തെ ക്രെഡിറ്റ് ആയതുകൊണ്ട് ഇപ്പൊ അത് ഡെബിറ്റിൽ വരും. ഓക്കെ, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ റിസർവിലേക്ക് എന്ത് ചെയ്യുന്നു? അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എത്ര വരും? 2,800. 2,800 ഇവിടെ നമുക്ക് 2,800 ആണ് എമൗണ്ട്. സോ 2,800 ക്ലിയർ. അപ്പോൾ ഇതാണ് ഇതിന് വരുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. എക്സ്പെൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. പേയ്മെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ബാങ്കിലേക്ക് ആഡ് ചെയ്യുക. പ്രോഫിറ്റിൽ കുറവ് വരുത്തുന്നത് കൊണ്ട് പ്രോഫിറ്റിൽ നിന്നും ആ എമൗണ്ടിനെ മൈനസ് ചെയ്യുക. ഇത്രയാണ് ഒരു എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ
വരുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഡൗട്ട് ഇല്ലല്ലോ, സിമ്പിൾ അല്ലേ കാര്യം? ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നോക്കാം നമുക്ക്. അടുത്തത് ആണ് നമ്മുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. ഇനി എന്താണ്, രണ്ട് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. ഒന്ന് ഫോർ ക്യാൻസലേഷൻ, മറ്റൊന്ന് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും നമ്മുടെ തന്നെ ഡിബഞ്ചർ നമ്മൾ വാങ്ങുന്നതെങ്കിൽ എന്തായിരിക്കും അതിന്റെ ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നോക്കുക, പർച്ചേസ് ഓഫ് ഡിബഞ്ചർ ഫോർ ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ തന്നെ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ അതിനെ അവിടെ ഒരു പേര്, നേരത്തെ വാങ്ങുന്ന സമയത്തും ഓൺ ഡിബഞ്ചർ തന്നെയാണ്, പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടി വാങ്ങുമ്പോൾ നമ്മൾ അതിനെ ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് തന്നെ വിളിക്കും. അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നത് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് ആണെങ്കിൽ നമ്മൾ അതിനെ എടുത്ത് വിളിക്കുന്ന ഒരു പേര് ഓൺ ഡിബഞ്ചേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, നോക്കൂ, ദ കമ്പനി പർച്ചേസ് ഇറ്റ്സ് ഓൺ ഡിബഞ്ചർ ഫോർ ഇൻവെസ്റ്റ്മെന്റ്. ദ ഡിബഞ്ചേഴ്സ് സോ പർച്ചേസ്ഡ് ആർ കെപ്റ്റ് അലൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ആ ഒരു ഡിബഞ്ചർ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യത്തിന് വാങ്ങിക്കഴിഞ്ഞാൽ ആ ഡിബഞ്ചറിനെ നമ്മൾ ക്യാൻസൽ ചെയ്യാതെ അതുപോലെ നിലനിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ എന്താണ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ അതൊരു ലയബിലിറ്റി ആയിട്ട് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ആ ഐറ്റം കാണും. അതേസമയം തന്നെ നമ്മൾ അതിനെ വാങ്ങിയത് കൊണ്ട്, അല്ലെ, ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിൽ അതിനെ വാങ്ങിയത് കൊണ്ട് ബാലൻസ് ഷീറ്റിൽ അതിനെ എന്തായിട്ടും ട്രീറ്റ് ചെയ്യും, അതിനെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും ട്രീറ്റ് ചെയ്യും. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിൽ നമ്മൾ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ സമയം ആ സെയിം ഡിബഞ്ചർ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ടും നിലനിൽക്കും, അതുപോലെ എന്താണ് അസറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിലനിൽക്കും എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻ ദി ഫ്യൂച്ചർ ദ മേ ബി ക്യാൻസൽഡ് ഓർ റീ ഇഷ്യൂഡ്. അതായത് ഭാവിയിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഡിബഞ്ചർ നമ്മൾ ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, റീ ഇഷ്യൂ ചെയ്യും. നമ്മൾ അതിനെ വീണ്ടും എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യാനുള്ള സാധ്യത. നമുക്ക് പണത്തിന് അത്യാവശ്യം വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊന്നും കൂടി റീ ഇഷ്യൂ ചെയ്യാം, അതിന്റെ പണം കളക്ട് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ മെച്യൂരിറ്റി ഡേറ്റ് ആവാൻ സമയമാകുമ്പോഴേക്കും അതിനെന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് കളയും. ഓക്കെ, ആഫ്റ്റർ ക്യാൻസലേഷൻ ദ ഡിബഞ്ചർ ആർ സ്റ്റാൻഡ് റെഡീംഡ്. അപ്പൊ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഡിബഞ്ചർ എന്തായിട്ട് മാറും, റെഡീം റിഡംഷൻ ആയിട്ട് മാറും. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് ഡിബഞ്ചർ ലയബിലിറ്റി ഈസ് റെഡ്യൂസ്ഡ്. ഡിബഞ്ചർ വെൻ പർച്ചേസ്ഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ആർ പോപ്പുലർലി കോൾഡ് ഓൺ ഡിബഞ്ചേഴ്സ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, രണ്ടും എന്താണ്, സ്വന്തം കമ്പനിയുടെ തന്നെ ഡിബഞ്ചർ തന്നെയാണ്. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഓപ്പൺ മാർക്കറ്റിൽ നിന്നും നമ്മൾ ഡിബഞ്ചർ വാങ്ങുകയാണ് എങ്കിൽ അതിനെന്ത് വിളിക്കാം, അതിനെ ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പൊ അതിനർത്ഥം എന്താണ്, നമ്മൾ ഇവിടെ ഒരു ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നുള്ളതാണ്. ഇവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട്, ആ നോട്ട് കൊടുത്ത ഭാഗം ഒന്ന് നോക്കൂ. എന്താണ്, വെൻ ഓൺ ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ്ഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ്. ഈ ഒരു ഭാഗം നിങ്ങൾ നോട്ടിൽ എഴുതുന്നത് നല്ലതാണ്. എന്താണ്, വെൻ ഓൺ ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ്ഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് എ സെപ്പറേറ്റ് അക്കൗണ്ട് കോൾഡ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. നമ്മളൊരു ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യും. അതെന്താണ്, അതൊരു അസറ്റ് ആയിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുക. ഡിബഞ്ചർ നമ്മൾ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനാണ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുന്നത് വരെ ആ ഡിബഞ്ചർ എന്താണ്, ഡിബഞ്ചറിന്റെ ലയബിലിറ്റി ബിസിനസ് തുടരും. അതുകൊണ്ട് ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ട് അത് അവിടെ തന്നെ നിൽക്കും. ഓക്കെ, ദെൻ എന്ത് ചെയ്യും, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് ഡിബഞ്ചർ വാങ്ങിയല്ലോ, അപ്പൊ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഒരു അസറ്റ് ആണ്. അപ്പൊ ആ അസറ്റിനെ അസറ്റ് സൈഡിൽ എഴുതുക എന്ത് പേരിലായിരിക്കും, ഓൺ ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള പേരിലായിരിക്കും. ഓക്കെ, അപ്പൊ ദിസ് അക്കൗണ്ട് വിൽ ബി ഡെബിറ്റഡ് വിത്ത് ആക്ച്വൽ എമൗണ്ട് പെയ്ഡ്. അതായത് എത്ര എമൗണ്ട് ആണോ നമ്മൾ ഓൺ ഡിബഞ്ചർ വാങ്ങുന്നത്, അപ്പോൾ ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ അല്ല ഓൺ ഡിബഞ്ചറിൽ കാണിക്കുക. ആ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ വേണ്ടി നമ്മൾ എത്ര രൂപയാണ് ചെലവാക്കിയിട്ടുള്ളത്, ആ ഒരു പ്രൈസ് ആയിരിക്കും നമ്മൾ എവിടെ കാണിക്കുക, ഈ ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിൽ കാണിക്കുക. ഓക്കെ, ഡിബഞ്ചർ അക്കൗണ്ടിൽ ചിലപ്പോൾ 1 ലക്ഷം രൂപയായിരിക്കും എന്ത് അതിന്റെ ഫേസ് വാല്യൂ. അപ്പൊ ഡിബഞ്ചർ അക്കൗണ്ടിൽ ചിലപ്പോൾ 1 ലക്ഷം രൂപയായിരിക്കും. നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ആ ഡിബഞ്ചർ വാങ്ങിയത് ചിലപ്പം 98,000 രൂപയ്ക്കോ ചിലപ്പോൾ 1,10,10,000 രൂപയ്ക്കോ ഒക്കെ ആയിരിക്കും. അപ്പൊ എത്ര രൂപ കൊടുത്തിട്ടാണോ നമ്മൾ ആ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്, ആ ഒരു വിലയ്ക്കായിരിക്കും നമ്മൾ എന്ത്, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ? ആൻഡ് നോട്ട് ദ നോമിനൽ വാല്യൂ ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വാല്യൂ അല്ല കാണിക്കുക എന്നർത്ഥം. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്നുകൂടി പറയാം, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ്. ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ഡിബഞ്ചർ വാങ്ങി കഴിഞ്ഞാൽ
ആ ഡിബഞ്ചറിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നു. ക്ലിയർ? അങ്ങനെ വാങ്ങുന്ന സമയത്ത് അവിടെ നടക്കുന്നത് എന്താണ്? ഈ സെയിം ഡിബഞ്ചർ കമ്പനിയുടെ ലയബിലിറ്റി ആയിട്ടും തുടരും. അതേസമയം അതിനെ ക്യാൻസൽ ചെയ്യാത്തത് കൊണ്ട് അത് എന്താണ്? കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും തുടരും. ഓക്കെ, അപ്പം ഈ ഡിബഞ്ചർ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എന്താണ്? ക്യാൻസൽ ചെയ്യുന്ന അത്രയും കാലം ഘട്ടം വരെ അത് ലയബിലിറ്റി ആയിട്ട് തുടരും. ഓക്കെ, ദെൻ ആ എന്താണ്? ക്യാൻസൽ ചെയ്യുന്ന അത്രയും ടൈം വരെ ആ ഡിബഞ്ചർ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് സൈഡിൽ ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്, ഓക്കെ, ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് എന്നുള്ള പേരിൽ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെന്റ് ഭാഗത്ത് അതിനെ കാണിക്കും. പക്ഷെ അവിടെ എഴുതുന്ന എമൗണ്ട് ഫേസ് വാല്യൂ ആവണമെന്നില്ല. കാരണം നമ്മൾ എത്ര രൂപയ്ക്കാണോ ഡിബഞ്ചർ വാങ്ങിയിട്ടുള്ളത് ആ വാല്യൂ ആയിരിക്കും ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിൽ ഉണ്ടാവുക. ചിലപ്പോൾ ഫേസ് വാല്യൂ തന്നെ ആവാം, കാരണം ഫേസ് വാല്യൂനാണ് വാങ്ങിയതെങ്കിൽ ഫേസ് വാല്യൂ തന്നെ ആവാം. ചിലപ്പോൾ ഡിസ്കൗണ്ടിലാവും വാങ്ങിയിട്ടുണ്ടാവുക. അപ്പൊ ആ ഡിസ്കൗണ്ടഡ് പ്രൈസ് ആയിരിക്കും ഓൺ ഡിബഞ്ചറിൽ ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ വാങ്ങുന്നത് പ്രീമിയത്തിലായിരിക്കും. അങ്ങനെയെങ്കിൽ ആ പ്രീമിയം ഉള്ള പ്രൈസ് ആയിരിക്കും ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുക. അപ്പൊ എന്ത് രൂപ കൊടുത്തിട്ടാണോ നമ്മൾ വാങ്ങിയിട്ടുള്ളത് അതായിരിക്കും ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിൽ കാണിക്കുക. പക്ഷെ ഡിബഞ്ചർ അക്കൗണ്ടിൽ എപ്പോഴും എന്ത് തന്നെ കാണിക്കുക? ഡിബഞ്ചറിന് നേരെ എപ്പോഴും ഫേസ് വാല്യൂ തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പൊ തിയറി ആദ്യം മനസ്സിലാക്കി എടുക്കണം. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ചാറ്റ് ബോക്സ് വഴി നിങ്ങൾ പറയാം കേട്ടോ. നെക്സ്റ്റ്, അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്? ഓക്കെ ആണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, ജേണൽ എൻട്രീസ് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രി എന്തായിരിക്കും? ഉറപ്പായിട്ടും എന്തായിരിക്കും ഫസ്റ്റ് ജേണൽ എൻട്രി? ഫസ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് ആ ഡിബഞ്ചർ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നു. ഇവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അതിനെ ക്യാൻസൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. മാർക്കറ്റ് നിന്ന് വാങ്ങുമ്പോൾ തന്നെ ആ ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡിബഞ്ചർ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്ന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ആ ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഇവിടെ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ഫോർ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായത് കൊണ്ട് തന്നെ നമ്മൾ ഡിബഞ്ചറിനെ നമുക്ക് ഡെബിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം എന്തുവാണ്? നമ്മൾ ഡിബഞ്ചറിനെ ഇപ്പോൾ ക്യാൻസൽ ചെയ്യുന്നില്ല. ആ കാരണം കൊണ്ട് നമുക്ക് ഡിബഞ്ചറിനെ ഡെബിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ആണ്. അസറ്റിന്റെ സ്വാഭാവിക എൻട്രി എന്താണ്? അസറ്റ് എപ്പോഴും ഡെബിറ്റിലാണ് ഉണ്ടാവുക അല്ലെ? അപ്പൊ നമ്മൾ അതുകൊണ്ട് അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. ആ ഡെബിറ്റ് ചെയ്യുന്ന അസറ്റിന്റെ പേരെന്താണ്? ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ആണ്. ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഡിബഞ്ചറിനെ നമ്മൾ വിളിക്കുക ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് എന്നാ വിളിക്കാം. ഓക്കെ, അപ്പോൾ ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും നമ്മൾ നമ്മുടെ തന്നെ ഡിബഞ്ചർ വാങ്ങി അത് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിലാണ്. ഓക്കെ, അതുകൊണ്ട് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു, അതിനുവേണ്ടി നമ്മൾ ക്യാഷ് കൊടുത്തു ടു ബാങ്ക്. ഓക്കെ, ഇതാണ് എൻട്രി വരിക. അപ്പം ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിൽ വാങ്ങുന്ന സമയത്തുള്ള എൻട്രി എന്താണ്? ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ക്ലിയർ? അപ്പൊ എത്ര രൂപയാണോ കൊടുത്തിട്ടുള്ളത് അത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? പർച്ചേസ് പ്രൈസ് ഓൺ ഡിബഞ്ചറിന് നേരെ എഴുതും. ഫേസ് വാല്യൂ അല്ല. ഡിബഞ്ചർ കാണുമ്പോൾ എപ്പോഴും നമ്മൾ ഫേസ് വാല്യൂ ആണ് എഴുതി ശീലമുള്ളത്. അതുകൊണ്ട് ഇവിടെ ചാടി കയറി ഫേസ് വാല്യൂ എഴുതരുത്. കാരണം എന്ത് വിലയാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത്, ചിലപ്പോൾ ഡിസ്കൗണ്ടഡ് പ്രൈസ് ആയിരിക്കും, ചിലപ്പോൾ പ്രീമിയത്തിലായിരിക്കും, ചിലപ്പോൾ ഫേസ് വാല്യൂ ആയിരിക്കും. ഏത് എമൗണ്ട് ആണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ആ എമൗണ്ട് ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഓക്കെ, ദെൻ താഴെ നോക്കൂ. ദ ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് വിൽ അപ്പിയർ അണ്ടർ അസറ്റ് ഇൻ ദി ബാലൻസ് ഷീറ്റ് അണ്ടർ ഇൻവെസ്റ്റ്മെന്റ് അണ്ടിൽ ഇറ്റ് ഈസ് ക്യാൻസൽഡ് ഓർ റീഇഷ്യൂഡ്. അപ്പൊ ഈ ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറയുന്ന ഈ അക്കൗണ്ട് ബാലൻസ് ഷീറ്റിന്റെ എവിടെ കാണിക്കും? അസറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ, അസറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഹെഡിന് താഴെയായിട്ട് നമ്മൾ എന്ത് കാണിക്കും? ഈ ഓൺ ഡിബഞ്ചറിനെ കാണിക്കും. എത്ര കാലം വരെ? അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്ന കാലം വരെ, അല്ലെങ്കിൽ അതിനെ റീഇഷ്യൂ ചെയ്യുന്ന അത്രയും സമയം വരെ അതിനെ നമ്മൾ എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, ഇനി അപ്പൊ ഒന്നാമത്തെ എൻട്രി അതാണ്. ഓക്കെ, ജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് മാത്രമേ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ എൻട്രിയിൽ നിർത്താം. ഇനി അതിനുശേഷം ക്വസ്റ്റ്യനിൽ നമുക്ക് താഴോട്ടൊക്കെ വായിച്ചു നോക്കുന്ന സമയത്ത് പിന്നീട് വേറൊരു ഡേറ്റ് ചിലപ്പോൾ എന്ത് ചെയ്യും? ആ ഡിബഞ്ചർ നമ്മൾ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വാങ്ങിയ ഡിബഞ്ചറിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഡിബഞ്ചറിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ.
അത് ഫേസ് വാല്യൂ ആയിരിക്കും. ഡിബഞ്ചറിന്റെ നേരെ എപ്പോഴും എന്താ വരിക? ഫേസ് വാല്യൂ ആണ് വരിക. നമുക്കറിയാം അല്ലെ? ഇപ്പൊ ഡിബഞ്ചർ അക്കൗണ്ട്, അതായത് നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വാങ്ങി വെച്ച ഡിബഞ്ചറിനെ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്? കുറച്ച് കഴിഞ്ഞിട്ട് അതിനെ ക്യാൻസൽ ചെയ്യാണ്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം അതിനെ മെച്യൂരിറ്റി ഡേറ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്യും. അപ്പൊ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ വിത്ത് ഫേസ് വാല്യൂ, അതിന്റെ ഫേസ് വാല്യൂ എത്ര വെച്ചാൽ ആ വിലയാണ് അവിടെ കാണിക്കേണ്ടത്. ദെൻ അതുപോലെ തന്നെ അതേ ഡിബഞ്ചറിനെ നമ്മൾ സൈമൾട്ടേനിയസ്ലി നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഓൺ ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ട് തൊട്ട് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് ഓൺ ഡിബഞ്ചർ എന്ന് പറഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് എൻട്രി ആയിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചറും ക്യാൻസൽ ആവും, അതേപോലെ തന്നെ എന്താവും? ഇൻവെസ്റ്റ്മെന്റും ക്യാൻസൽ ആവും, ലയബിലിറ്റിയും ക്യാൻസൽ ആവും, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും ക്യാൻസൽ ആവും. ഓക്കെ, അപ്പൊ ലയബിലിറ്റി ക്യാൻസൽ ആവുന്നത് കൊണ്ട് ആ ലയബിലിറ്റിയെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, ക്യാൻസൽ ആക്കി. ഇനി ഇൻവെസ്റ്റ്മെന്റ് ക്യാൻസൽ ആക്കണം, അതായത് ഓൺ ഡിബഞ്ചറിനെ ക്യാൻസൽ ആക്കണം. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം അല്ലെ? ഇൻവെസ്റ്റ്മെന്റ് ഡെബിറ്റ് എൻട്രി ആണ്, അപ്പൊ അതിനെ ക്യാൻസൽ ആക്കണം, എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എന്താ എൻട്രി വരിക? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡിബഞ്ചർ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്തു. അതുപോലെ തന്നെ ടു ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇൻവെസ്റ്റ്മെന്റിനെയും നമ്മൾ ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പോൾ അത് തമ്മിൽ അങ്ങനെ ആ രണ്ട് എൻട്രി എഴുതുമ്പോൾ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിഫറൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ ഡിഫറൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞ് കാണിക്കണം. ഓക്കെ, അതായത് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എന്ന് കാണിക്കുക, ചിലപ്പോൾ ലോസ് ആവാം, ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ലോസ് ഓൺ റിഡംഷൻ എന്ന് കാണിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് അവിടെ എൻട്രി വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്നുകൂടി പറയാം. ഏറ്റവും ആദ്യം എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെന്റ് എൻട്രി കാണിക്കുക, ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ടു ബാങ്ക്. പിന്നീട് അതിനെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചർ എന്ന ലയബിലിറ്റി നമ്മൾ ഇല്ലാതാക്കുന്നു, അതുകൊണ്ട് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ. ദെൻ ആ ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ ഇല്ലാതാക്കുന്നു, അതുകൊണ്ട് ടു ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. രണ്ടും തമ്മിൽ, അതായത് ലയബിലിറ്റിയും ആ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനെ ലാഭമാണ്, പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് കാണിക്കുക, ലോസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, ലോസ് ഓൺ റിഡംഷൻ ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, മിക്കവാറും അത് പ്രോഫിറ്റ് ആയിരിക്കും. എന്തുകൊണ്ട് പ്രോഫിറ്റ് ആവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു ലാഭം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലെ? കാരണം എന്താണ്? അല്ലെങ്കിൽ നമുക്ക് റെഡീം ചെയ്യുന്ന അത്രയും സമയം വരെ കാത്തു നിൽക്കാമല്ലോ. അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് മിക്കവാറും ലാഭത്തിലായിരിക്കും ചെയ്യുക. ക്ലിയർ? ദെൻ ഇനി എന്ത് ചെയ്യണം? ആ ലാഭത്തിന് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ, അത് ക്യാൻസലേഷന്റെ സമയത്തായാലും ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിലായാലും ആ എൻട്രി അവിടെ വരും. ഓക്കെ, എന്താണ് എൻട്രി? പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ട് മാറ്റണം? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ അതിന് എൻട്രി എന്താണ്? പ്രോഫിറ്റ് റിഡംഷൻ ഡിബഞ്ചർ അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്പൺ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വാങ്ങിയിട്ടുള്ള ഡിബഞ്ചറിനെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെന്താണ്? പിന്നീട് ഒരു സമയം വരുമ്പോൾ നമുക്ക് അതിനെ റീഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യാം. ഇപ്പൊ ഈ ബിയും സിയും എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ള? ബിയും സി എന്ന് പറഞ്ഞ രണ്ട് എൻട്രീസ് ആ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വാങ്ങിയ ഡിബഞ്ചർ ക്യാൻസൽ ചെയ്യുമ്പോൾ വന്നിട്ടുള്ള ജേണൽ എൻട്രി ആണ്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വാങ്ങിയ ഡിബഞ്ചർ ക്യാൻസൽ ചെയ്യുമ്പോൾ വന്നിട്ടുള്ള എൻട്രി ആണ് ഇപ്പോൾ. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യുന്നതിന് പകരം അതിനെന്ത് ചെയ്യാം? അതിനെ വേണമെങ്കിൽ നമുക്ക് റീ ഇഷ്യൂ ചെയ്യാം. അതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റിലേക്ക് തന്നെ വിൽക്കാം. ഓക്കെ, അങ്ങനെ വിൽക്കുന്നതാണ് നമ്മുടെ എൻട്രി എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവിടെ വിൽക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ചിലപ്പോൾ വിൽക്കുന്നത് ലാഭത്തിലാവാം, ചിലപ്പോൾ നഷ്ടത്തിലാവും. കാരണം എന്താണ്? നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിയത് 97 രൂപയ്ക്കാണ്. നമ്മളതിനെ റീഇഷ്യൂ ചെയ്യുന്നത് ചിലപ്പോൾ എന്ത് വിലയ്ക്കാ? 95 രൂപയ്ക്കോ 90 രൂപയ്ക്കോ ആവാം. അങ്ങനെയെങ്കിൽ എന്താണ്? അത് ലോസ് ആണ്. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 97 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള ഡിബഞ്ചറിനെ വീണ്ടും മാർക്കറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത് എന്താണ്? ഏത് പ്രൈസിനാണ്? ചിലപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് തന്നെ, ഫേസ് വാല്യൂന് തന്നെയാവും. അപ്പോൾ നമുക്ക് 3 രൂപയുടെ ലാഭം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ക്വസ്റ്റ്യൻ ഡിപ്പെൻഡിങ് അപ്പോൺ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ മാക്സിമം പോയാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ജേണൽ എൻട്രി ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ലോസ് ഇതെല്ലാം ഒരുമിച്ച് വരും എന്നല്ല അതിനർത്ഥം. ഓക്കെ, ലോസ് ഉണ്ടാവും ചിലപ്പോ എന്തുണ്ടാവും? പ്രോഫിറ്റ് ഉണ്ടാവും. ഓക്കെ, ലോസ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? നമ്മൾ റീഇഷ്യൂ നടത്തുന്നത് എന്താണ്? കുറഞ്ഞ വിലയ്ക്കാണെങ്കിൽ. ഓക്കെ, പ്രോഫിറ്റ് ഉണ്ടാവുന്നത് എന്താണ്? റീഇഷ്യൂ നടത്തുന്നത് കൂടിയ വിലയ്ക്കാണെങ്കിൽ. ക്ലിയർ? അപ്പൊ നോക്കൂ, എൻട്രി എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ദെൻ ലോസ് ഓൺ റീഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ. ലോസ് എന്ന് പറയുന്നത് ഡെബിറ്റ്, ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ് ഡെബിറ്റ് എന്നുള്ളതാണ് നമ്മുടെ റോള്. അതുകൊണ്ടാണ് ലോസിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് അല്ലെ? ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ എന്നാണ് പറയുന്നത്. ഇൻകത്തിനെയും ലാഭത്തിനെയും ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റോള്. അക്കൗണ്ടിങ് റോളൊക്കെ ശരിക്കും അറിയാലോ. അപ്പോൾ അതുകൊണ്ടാണ് പ്രോഫിറ്റ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ എൻട്രി എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ റീഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. കാരണം എന്താണ്? റീഇഷ്യൂ നടത്തുന്ന സമയത്ത് നമ്മുടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ള ഓൺ ഡിബഞ്ചർ ക്യാൻസൽ ആവില്ല. കാരണം എന്താണ്?
ആ ലയബിലിറ്റി തുടരുക തന്നെയാണ്. കാരണം എന്തുകൊണ്ട് തുടരുന്നു? നമ്മൾ അതിനെ വീണ്ടും മാർക്കറ്റിലേക്ക് വിൽക്കുകയാണ്. ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് ആ ലയബിലിറ്റി തുടരുകയാണ്. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് ഇനിയില്ല. കാരണം ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വിറ്റു. അതുകൊണ്ടാണ് ആ ഇൻവെസ്റ്റ്മെന്റിന് എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോ റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ റീഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് എന്നുള്ള ഒരു എൻട്രി അവിടെ വരും. ഓക്കെ. അപ്പൊ മാക്സിമം പോയാൽ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിൽ നമുക്ക് വരുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഇതാണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും റീഇഷ്യൂ നടത്തുന്ന സമയത്ത് ലോസ് ഉണ്ട്, അതുപോലെ എന്തുണ്ട്? പ്രോഫിറ്റ് ഉണ്ടാവാം. ഓക്കെ. അപ്പൊ ലോസ് ഉണ്ടായാലും പ്രോഫിറ്റ് ഉണ്ടായാലും അതിനുള്ള എൻട്രി നമുക്ക് അറിയാലോ. എന്താണ്? ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ടു ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് വരും. ഇനി പ്രോഫിറ്റ് ആണെങ്കിലോ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ് എന്ന് എൻട്രി വരും. ആ എൻട്രി അവിടെ കോമൺ ആണ്. ഓക്കെ. അത് ഇനി റീഇഷ്യൂ ആയാലും ക്യാൻസലേഷൻ ആയാലും അത് സിറ്റുവേഷൻ അനുസരിച്ച് ലോസ് ഇല്ല എങ്കിൽ ആ എൻട്രിയുടെ ആവശ്യവുമില്ല, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇല്ല എങ്കിൽ ആ എൻട്രിയുടെ ആവശ്യവുമില്ല. ഓക്കെ. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ത് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഡിബഞ്ചർ വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള എൻട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ. ക്ലിയർ അല്ലേ ജനറൽ എൻട്രീസ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ. ഓക്കെ ആണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പറ. ഓക്കെ ആണെങ്കിൽ ഓക്കെ പറഞ്ഞോളൂ, നമുക്ക് ബാക്കി തുടരാം. ഓക്കെ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഡെബിറ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ ചുരുക്കിയിട്ട് എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യുന്ന എല്ലാ എൻട്രീസിനെയും നമ്മൾ ചുരുക്കിയിട്ട് നമ്മൾ എങ്ങനെ എഴുതുക? ഡെഡ് എന്ന് എഴുതുക. ഓക്കെ. ഡെബിറ്റ് ചെയ്യുന്ന ഓരോന്നിനും നമ്മൾ ചുരുക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ഡെഡ്. ഡെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഡിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. ഡെഡിന്റെ സ്പെല്ലിംഗ് ഡി അല്ലേ? DEAD, ഡെഡ്. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ വായിക്കാം. അതായത് ഡെബിറ്റ്, ഡെഡിലെ ആദ്യത്തെ സ്പെല്ലിംഗ് ഡി അല്ലെ. ഡി എന്ന് പറഞ്ഞ ഡെബിറ്റ്. ഡെബിറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? ഇ എന്ന് പറഞ്ഞ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം. ദെൻ എ എന്ന് പറഞ്ഞാൽ അസറ്റിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ദെൻ ഡി ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓണർ ബിസിനസ്സിൽ നിന്നും എന്തെങ്കിലും എമൗണ്ട് പിൻവലിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ അത് ആ രീതിയിൽ നമുക്ക് ഇനി നേരത്തെ പറഞ്ഞ നിയമങ്ങൾ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ രീതിയിൽ എന്ത് ചെയ്താൽ മതി? ഡെഡ് എന്ന് ഓർക്കാം. ഡെബിറ്റ്, എക്സ്പെൻസ്, അസറ്റ്, ഡ്രോയിങ്. ഓക്കെ. അടുത്ത ഒരു ഡെഫിനിഷൻ ആണ് എന്ത്? അടുത്ത ഒരു മാർഗമാണ് എന്ത്? അടുത്ത നിങ്ങൾ ക്ലിക്ക്. ക്ലിക്ക് എന്നുള്ളത് നമ്മൾ സാധാരണ ക്ലിക്കിന് സ്പെല്ലിംഗ് CLIK ആണെങ്കിൽ ഇവിടെ സി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ക്ലിക്ക് എന്ന് വായിക്കാം. ഓക്കെ. ഇപ്പൊ നോക്കി, ഇവിടെ എന്താണ്? സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? എൽ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി, ഐ എന്ന് പറഞ്ഞാൽ ഇൻകം, സി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ. അപ്പൊ ലയബിലിറ്റി ഉണ്ടാവുന്ന സമയത്തും ഇൻകം ഉണ്ടാവുന്ന സമയത്തും ക്യാപിറ്റൽ ഉണ്ടാവുന്ന സമയത്തും എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അങ്ങ് PG വരെയുള്ള കാലഘട്ടത്തിൽ അക്കൗണ്ട്സ് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എൻട്രി എഴുതാൻ പറ്റും. അപ്പൊ ഡെഡും ക്ലിക്ക് ഓർത്ത് വെച്ചാൽ മതി. അതല്ലെങ്കിൽ എന്താണ് നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് റൂൾ ഓർത്ത് വെക്കുക. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഏതായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് അടുത്ത ദിവസം ഞാൻ പറഞ്ഞ ഈ റൂളൊക്കെ വെച്ച് അടുത്ത ദിവസത്തേക്ക് ഈ എൻട്രീസ് കാണാതെ പഠിച്ചു വരൂ, അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിച്ചു വരൂ. നമുക്ക് അതിന്റെ പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ. ഓക്കെ അല്ലേ?